ഹായ് ഹലോ വെൽക്കം ടു യുവർ ചാനൽ ലെറ്റ്സ് വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പാലക്കാട് കണ്ടിരിക്കേണ്ട 20 സ്ഥലങ്ങളാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ കൊല്ലങ്കോടാണ്. കൊല്ലങ്കോട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ തന്നെ സുന്ദരമായ ഗ്രാമങ്ങളിലൊന്നാണ് കൊല്ലങ്കോട്. പാലക്കാട് നഗരത്തിൽ നിന്ന് 19 കിലോമീറ്റർ അകലെയാണ് കൊല്ലങ്കോട് സ്ഥിതി ചെയ്യുന്നത്. സെക്കൻഡ് നെല്ലിയാമ്പതിയാണ് കേട്ടോ. നെല്ലിയാമ്പതി പാലക്കാട് ടൗണിൽ നിന്ന് 43 കിലോമീറ്റർ അകലെയാണ്. പാവങ്ങളുടെ ഊട്ടി, പാലക്കാടൻ മലനിരകളുടെ റാണി എന്നിങ്ങനെയാണ് നെല്ലിയാമ്പതിയുടെ വിശേഷണങ്ങൾ. പാലക്കാടിലെ ഒരു ഹിൽ സ്റ്റേഷനാണ് കേട്ടോ നെല്ലിയാമ്പതി. തേർഡ് വൺ മലമ്പുഴ. പാലക്കാടിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് മലമ്പുഴ. പാലക്കാടിൽ നിന്ന് 8 കിലോമീറ്റർ അകലെ. കേരളത്തിൻ്റെ വൃന്ദാവനം എന്നാണ് മലമ്പുഴ അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ ഡാം. ഇവിടെ കാനായി കുഞ്ഞിരാമൻ്റെ പ്രശസ്ത ശില്പമായ യക്ഷിയും സ്ഥിതി ചെയ്യുന്നു. ഫോർത്ത് പ്ലേസ് കവ. മലമ്പുഴയിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരം മാത്രമേ കവയിലേക്കുള്ളൂ. ഡാമിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളാണ് കവയിൽ നമുക്ക് കാണാൻ സാധിക്കുക. വളരെ മനോഹരമായൊരു ഭൂപ്രകൃതിയാണ് ഇവിടത്തേത്. വൈകുന്നേരങ്ങളിലാണ് കവ സന്ദർശിക്കാൻ അനുയോജ്യമായ സമയം. സൂര്യാസ്തമയം ഇവിടെ പ്രത്യേക ഭംഗി നൽകുന്നു. ഫിഫ്ത്ത് പ്ലേസ് നമ്മുടെ ടിപ്പു സുൽത്താൻ കോട്ടയാണ് കേട്ടോ. പാലക്കാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ടിപ്പു സുൽത്താൻ കോട്ട. പാലക്കാടിൻ്റെ ഹൃദയഭാഗത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. വളരെയധികം ചരിത്ര പ്രധാനമുള്ള ഒരു കോട്ടയാണിവിടെ. പാലക്കാട് വന്നാൽ ഉറപ്പായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ പാലക്കാട് കോട്ട. സിക്സ്ത് പ്ലേസ് കൽപ്പാത്തി. പാലക്കാട് നഗരത്തിലെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ കൽപ്പാത്തി. അഗ്രഹാരങ്ങൾക്ക് പ്രസിദ്ധമാണിവിടം. അഗ്രഹാര കാഴ്ചകൾ കാണേണ്ടത് തന്നെയാണ് കേട്ടോ ഇവിടെ. ഭാരതപ്പുഴയുടെ കൈവഴിയായ കൽപ്പാത്തി നദിക്ക് സമീപത്താണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. കൽപ്പാത്തി രഥോത്സവം വളരെയധികം പ്രശസ്തമാണ്. വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലാണ് രഥോത്സവം നടക്കുന്നത്. അർദ്ധ ബനാറസ് എന്ന് ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. സെവൻത് പ്ലേസ് വരിക്കാശ്ശേരി മന. ഒറ്റപ്പാലത്താണ് വരിക്കാശ്ശേരി മന സ്ഥിതി ചെയ്യുന്നത്. പാലക്കാടിൽ നിന്ന് 39 കിലോമീറ്റർ അകലെ. മലയാള സിനിമകളുടെ തറവാട് എന്നാണ് വരിക്കാശ്ശേരി മന അറിയപ്പെടുന്നത്. ഒട്ടനവധി മലയാള സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഏകദേശം 80ഓളം മലയാള ചിത്രങ്ങളും അന്യഭാഷാ ചിത്രങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. എട്ടാമത്തെ സ്ഥലം സൈലന്റ് വാലി. പാലക്കാട് നിന്ന് 56 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു. സിംഹവാലൻ കുരങ്ങാണ് സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവിവർഗം. കേരളത്തിലെ ഏറ്റവും വലിയ നിത്യഹരിത മഴക്കാടും കേരളത്തിലെ ഏക കന്യാവനവും സൈലന്റ് വാലിയാണ്. നയൻത് സ്പോട്ട് അട്ടപ്പാടിയാണ് കേട്ടോ. സഹ്യപർവ്വതത്തിനരികിലാണ് അട്ടപ്പാടി സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ഭൂപ്രകൃതിയും ഹിൽ സ്റ്റേഷനും അട്ടപ്പാടിയുടെ പ്രത്യേകതയാണ്. അട്ടപ്പാടിയിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന ഭവാനി നദി പ്രസിദ്ധമാണ്. 10th പ്ലേസ് ധോണി വാട്ടർഫോൾ. പാലക്കാട് നിന്ന് 14 കിലോമീറ്റർ അകലെയാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ഈ വെള്ളച്ചാട്ടം ജൂലൈ ഒക്ടോബർ മാസങ്ങളാണ് കൂടുതൽ ഭംഗിയായിട്ട് കാണപ്പെടുക. മല അടിവാരത്തിൽ നിന്ന് 3 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാനാവുക. 11th പ്ലേസ് ആണ് കാഞ്ഞിരപ്പുഴ ഡാം. പാലക്കാട് നിന്ന് 35 കിലോമീറ്റർ അകലെയാണ് ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇതിനോട് ചേർന്ന് കാഞ്ഞിരപ്പുഴ ഉദ്യാനവും സ്ഥിതി ചെയ്യുന്നു. ഇതിനടുത്തുള്ള ബേബി ഡാമിൽ ബോട്ട് സർവീസും കുട്ടയിലെ ജലഗതാഗതവും സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒന്നാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് വാക്കോടൻ മല സ്ഥിതി ചെയ്യുന്നത്. 12th പ്ലേസ് സീതാർകുണ്ട് വെള്ളച്ചാട്ടമാണ്. നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെ സ്ഥിതി ചെയ്യുന്ന സീതാർകുണ്ട് നെല്ലിയാമ്പതിയിൽ നിന്ന് 4 കിലോമീറ്ററും പാലക്കാടിൽ നിന്ന് 60 കിലോമീറ്ററുമാണ് ദൂരം. നെല്ലിയാമ്പതിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സീതാർകുണ്ട് വ്യൂ പോയിന്റ് കാണാൻ സാധിക്കാവുന്നതാണ്. 13ാമത്തെ പ്ലേസ് പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ് കേട്ടോ. പാലക്കാട് നിന്ന് 90 കിലോമീറ്ററാണ് പറമ്പിക്കുളത്തിലേക്കുള്ള ദൂരം. തമിഴ്നാട്ടിലെ സേത്തുമട എന്ന സ്ഥലത്ത് കൂടിയാണ് പ്രധാന പ്രവേശന കവാടം. അതായത് കേരളത്തിൽ സ്ഥിതി ചെയ്യുകയും തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ളതുമായ ദേശീയോദ്യാനമാണ് പറമ്പിക്കുളം. മുൻകൂർ അനുവാദം വാങ്ങിയാൽ വനത്തിലൂടെയുള്ള സാഹസിക യാത്രയ്ക്ക് നമുക്ക് പോകാവുന്നതാണ്. ഇവിടുത്തെ തടാകത്തിൽ ബോട്ട് യാത്രാ സൗകര്യവുമുണ്ട്. തൂണക്കടവ് അണക്കെട്ട് പറമ്പിക്കുളത്തെ പ്രധാന ആകർഷണമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കായ കന്നിമര തേക്ക് ഈ തൂണക്കടവിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാടുള്ള മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പോത്തുണ്ടി ഡാം. മനോഹരമായ കാഴ്ചകളാണ് ഡാമിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുക. മനോഹരമായ ഡാം വ്യൂവും ഡാമിന് പുറത്തായി സിപ്പ് ലൈനും ആകാശ സൈക്ലിങ്ങും ഒക്കെ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒന്നാണ്.
വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റൊരു പ്രധാന സ്പോട്ടാണ് മംഗലം ഡാം. പ്രകൃതി സുന്ദരമായ സ്ഥലത്താണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ അണക്കെട്ടിനോട് ചേർന്നുള്ള ഉദ്യാനത്തിലെ പുൽത്തകിടിൽ ധാരാളം ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട്. സഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റൊരു വെള്ളച്ചാട്ടമാണ് അറ്റ്ല വെള്ളച്ചാട്ടം. മനോഹരമായ ഈ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ തിരക്ക് ഏറെയാണ്. 17ാമത്തെ പ്ലേസ് ആണ് കേട്ടോ അനങ്ങമല. ഒറ്റപ്പാലം താലൂക്കിലാണ് അനങ്ങമല സ്ഥിതി ചെയ്യുന്നത്. അനങ്ങമല എന്നറിയപ്പെടുന്ന ഈ അനങ്ങൻ കുന്നുകൾ 2500 ഏക്കർ പാറക്കെട്ടുകൾ നിറഞ്ഞ പച്ചപ്പ് നിറഞ്ഞൊരിടമാണ്. അനങ്ങമലയുടെ താഴ്വാരത്തിലുള്ള ഈ കീഴൂർ അക്വഡക്ട് ബ്രിഡ്ജും സഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമാണ്. ഒട്ടനവധി മലയാള ചിത്രങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് മീൻവലം വെള്ളച്ചാട്ടം. പാലക്കാട് നിന്ന് 22 കിലോമീറ്റർ അകലെയാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. 4 വെള്ളച്ചാട്ടങ്ങളുടെ തുടർച്ചയാണ് ഈ മീൻവലം വെള്ളച്ചാട്ടം. വളരെ മനോഹരമായൊരു വെള്ളച്ചാട്ടമാണിത്. 19ാമത്തെ പ്ലേസ് ആണ് പാത്രക്കടവ്. സൈലന്റ് വാലിയിലാണ് പാത്രക്കടവ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായ മറ്റൊരു വെള്ളച്ചാട്ടമാണിത്. പാത്രക്കടവിലെ കുരുത്തിച്ചാലിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. 20ാമത്തെ സ്പോട്ടാണ് കേട്ടോ മുതലമട. വളരെ മനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. ഒട്ടനവധി മലയാള സിനിമകൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കാണ് പാലക്കാട് കണ്ടിരിക്കേണ്ട 20 സ്ഥലങ്ങൾ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ.